നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നോ പറയാം ലഹരിയോട്. ലോക ലഹരി വിരുദ്ധ ദിനം ചേർപ്പ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വലിയചാനം നിഹ്മത്തുള്ള മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് VS നജീബ് പതാക ഉയർത്തി. തൃശൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സ്വദേശി മുഅല്ലിം സംഗമവും സമസ്ത സ്ഥാപക ദിനാചരണവും ചേർപ്പിൽ നടന്നു. ലഹരി വിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ VK ശങ്കർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ലഹരി വിരുദ്ധ സൂചനകൾ ഉൾക്കൊള്ളുന്ന സന്ദേശഫലകം SPC കേഡറ്റ്സിനെ കൈമാറി. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സീനിയർ CPO CL സിൻഡി കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ CS രാജു, VHSE പ്രിൻസിപ്പൽ TS മനു, സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർമാരായ ഡോക്ടർ CM ഷംല, PK തുഷാര, വിദ്യാർത്ഥികളായ അഖിൽ ജോഷി, M സിന്ദൂര എന്നിവരും സംസാരിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കേഡറ്റുകൾ ലഹരി വിരുദ്ധ സന്ദേശം വിഷയമാക്കി ആര്യൻ ദീപകന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. PTA അധ്യാപകർ, രക്ഷിതാക്കൾ, SMC പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻകാലഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളിലായിരുന്നു ഇതിന്റെ മയക്കുമരുന്നിന്റെ വ്യാപനം കൂടുതലായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയേറെ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളായ എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി മാഫിയകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ആരെയാണ്? യുവാക്കളെയും നിങ്ങളെയും മാതിരിയുള്ള കുഞ്ഞുങ്ങളെയാണെന്നുള്ള ഖേദകരമായ കാര്യം നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് ലഹരി എന്ന ഇത് ആവശ്യമാണോ ആവശ്യമല്ലേ? ഇങ്ങനെ ഒരു കാര്യം കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ലഹരി വേണമോ വേണ്ടെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ലഹരി വേണം. എന്തിനായാലും ലഹരി വേണം. ലഹരി വേണ്ടത് നിങ്ങൾ വിദ്യാഭ്യാസത്തിനോട് ലഹരി വേണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളോടാണ് നിങ്ങൾക്ക് കൂടുതൽ ലഹരി വേണ്ടത്. അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഹരി വേണം. കായികപരമായ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ലഹരി ആവശ്യം വേണ്ടത്. പുറത്തുനിന്ന് 10 രൂപയ്ക്ക് മേടിച്ചിട്ട് കുട്ടികളുടെ 20 രൂപയ്ക്ക് വിൽക്കുന്നു. കാരണം എന്താ? അവർക്കൊരു പോക്കറ്റ് മണി വേണം. നമ്മളതെല്ലാവരും മേടിച്ച് ചില ആൾക്കാർ, ചില കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കുട്ടികളുടെ പരാതിയായിട്ട് ചേർപ്പ് സ്റ്റേഷനിലെ പേരൻസ് കുട്ടികളുടെ അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ട വിധ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ കുട്ടികളുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. ഈ ലഹരിയുടെ പ്രശ്നങ്ങള്, സിഗരറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കഞ്ചാവ് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. ഇപ്പൊ എല്ലാ സിനിമയിലും ലഹരിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആവേശ സിനിമയിലൊക്കെ കണ്ടില്ലേ? അത് നല്ലതാണോ? അല്ല. അപ്പൊ നമുക്കറിയാം അല്ലേ? നിങ്ങളിത് ഉപയോഗിക്കോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പറയണല്ലേ? നിങ്ങൾ കുട്ടികളാണ്. നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കൂല്ലേ? അച്ഛനമ്മമാരൊക്കെ കേൾക്കില്ലേ? അപ്പൊ അച്ഛനൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ആരോഗ്യത്തിന് ഹാനി
2026 സമസ്ത സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച് വലിയചേനം നെഹ്മത്തുള്ള മദ്രസയിൽ മഹല്ല് സെക്രട്ടറി ഷാബറിന്റെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് VS നജീബ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി പ്രാർത്ഥന നടത്തി. തുടർന്ന് മധുര വിതരണം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു. തൃശൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുവല്ലിമീൻ സ്വദേശി മുവല്ലിം സംഗമവും സമസ്ത സ്ഥാപക ദിനാചരണവും ചേർപ്പ് ഹർബർട്ട് കനാൽ അൽ മദ്രസത്തുൽ ഫാറൂഖിയയിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ ഹസാനി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഷീദ് അസറഫി അടിമാലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. റേഞ്ച് ട്രഷററും മദ്രസ സെക്രട്ടറിയുമായ അബൂബക്കർ മാസ്റ്റർ പതാക ഉയർത്തി. ആമീൻ ഹുദവി വണ്ടൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. MMA ട്രഷറർ PM അലി ഹാജി ചേർപ്പ്, SMF സെക്രട്ടറി അബ്ദുൽ സലാം കക്കേരി, അബൂബക്കർ മാസ്റ്റർ കനാൽ, ഇബ്രാഹിം ഹാജി ചിറക്കൽ, അബ്ദുൽ ഖാദർ ഹാജി ചിറക്കൽ, അബ്ദുൽ അഹദ് വാഫി, ഉബൈദുള്ള പുട്ടുച്ചിറ, ആബിദ് ഫൈസി, ഷക്കാർ റഹ്മാനി കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. റേഞ്ച് സെക്രട്ടറി ഉസ്മാൻ വാഫി സ്വാഗതവും സ്വദേശി റേഞ്ച് കൺവീനർ മുഹമ്മദ് ഫാസിൽ വലിയചേനം നന്ദിയും പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു. സിറ്റി പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ എന്നിവയാണ് ബുധനാഴ്ച രാവിലെ പാലിയേക്കര ചിറ്റിശ്ശേരിയിലെ സ്മരണ ഓട്ട് കമ്പനി ചൂളയിൽ നശിപ്പിച്ചത്. 288 കിലോ കഞ്ചാവ്, 956 ഗ്രാം ഹാഷിഷ് ഓയിൽ, 71.60 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയാണ് കത്തിച്ചത്. കോടതിയുടെ അനുമതിയോടെയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നതെന്നും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. സ്റ്റേഷനുകളിലായിട്ട് ഒരു 10 കേസുകളായിട്ട് 280 കിലോളം വരുന്ന കഞ്ചാവ്, ഏകദേശം 1 കിലോനടുത്ത് വരുന്ന ഹാഷിഷ് ഓയിൽ, അങ്ങനെ 76 ഗ്രാം വരുന്ന MDMA ഇവയാണ് നമ്മൾ ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച ഓർഡർ ആയതും ഇന്ന് അത് ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടുത്ത് നാം പിടിക്കുന്ന കേസ് ആ പ്രൊസീജിയർ അനുസരിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് കമ്മിറ്റീൻ്റെ ഓർഡർ വരണ മുറയ്ക്ക് മറ്റു ദിവസങ്ങളിൽ നാം ഇങ്ങനെ കത്തി നശിപ്പിക്കും. ഇത് നേരത്തെയും നാം ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇപ്രാവശ്യം കോയിൻസിഡൻ്റലി ഈ ഡിസ്പോസൽ ഡേയും ഡ്രഗ് ഡേയും ഒറ്റ ദിവസം വന്നതുകൊണ്ട് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഒരു അവയർനെസ് എന്ന രീതിയിൽ നാം ചെയ്യുന്നുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP മനോജ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KA തോമസ്, ASI സനീഷ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഊരകം CMS LP സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാൻവാസ് ചലഞ്ചിന്റെ ഉദ്ഘാടനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് നിർവഹിച്ചു. ചേർപ്പ് SI ശ്രീലാൽ S സ്കൂളിൽ നിന്നും ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഊരകം സെന്ററിലാണ് ക്യാൻവാസ് ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നത്. മാള ഡി അഡിഷൻ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ അനൂപ് ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബിജേഷ് പുളിപ്പറമ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ KB പ്രജിത്ത് ലഘുലേഖ വിതരണം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ C വർഗീസ്, ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ, സ്കൂൾ PTA പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. നമ്മുടെ ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ഇരയാകുന്നതും നമ്മുടെ കുഞ്ഞു മക്കളാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളുകളെയും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം ലഹരികളുടെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ലഹരികളെ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത ലഹരികൾ നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും മൊത്തം നശിപ്പിക്കുന്ന ലഹരികൾ നമുക്ക് വേണ്ട എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ക്യാമ്പയിൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിത്തം ഏറ്റെടുക്കേണ്ടതാണ്. ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം ആകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം
ലഹരി സുലഭമായി ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ ഒരു സ്ത്രീ തൻ്റെ ഉള്ളിലൂടെ 30 കോടി രൂപയുടെ ലഹരി മരുന്ന് കടത്താനാണ് ശ്രമിച്ചത്. അന്നത്തെ ന്യൂസ് പേപ്പറിലുള്ളൊരു വാർത്തയാണ്. എവിടെ തിരിഞ്ഞാലും ലഹരി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം മാറിയിരിക്കുന്നത്. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ആരെയും പഴിചാരാൻ പറ്റുകയില്ല. പക്ഷെ നമുക്ക് ഒന്ന് തീരുമാനിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് പ്രധാനാധ്യാപിക ബിദ ഫ്രാൻസിസ് തരകൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ സ്കൂൾ ലീഡർ അനുഗ്രഹ് കെ ലിൻഡോ ചൊല്ലിക്കൊടുത്തു. നേഹ ബാബു ലഹരി വിരുദ്ധ പ്രസംഗം അവതരിപ്പിച്ചു. തുടർന്ന് ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് VR, അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം സ്കൂൾ മാനേജർ ഫാദർ ലിജോ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നെടുപുഴ സിവിൽ പോലീസ് ഓഫീസർ നിവ്യ തിരിതെളിയിച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരവും എല്ലാവരും കയ്യൊപ്പും പതിപ്പിച്ചു. JRC കുട്ടികളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലിയും ലഘുലേഖ വിതരണവും നടത്തി. പ്രധാനാധ്യാപിക ജിജിമോൾ, അധ്യാപകർ, PTA പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ ദിനാചരണത്തിൽ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ദുരുപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ആശങ്കാജനകമാണ്. മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഊരകം ALP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം K കൃഷ്ണകുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പോലീസ് SI ഗിരീഷ് KS വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. KL ആന്റണി, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാപുരം, പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ സ്നേഹത്തോടുകൂടി അവരോട് അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുത്ത് ഒരു 15 മിനിറ്റ് ഒരു പുറത്ത് കളി കഴിഞ്ഞോ സ്കൂളിൽ പോയിട്ട് വരികയോ കടയിൽ പോയിട്ട് വരും എന്ത് കഴിഞ്ഞു വന്നാലും ഒരു 10-15 മിനിറ്റ് കുട്ടികളൊക്കെ ഇരുന്ന് അവരിന്ന് എന്താ ചെയ്ത് എങ്ങനെ പോയി എന്തിനാ പോയി ആദ്യം കളിച്ചു. പരമാവധി സമപ്രായങ്ങളൊക്കെ കളിക്കാൻ നോക്കുക. എന്നാൽ ചേട്ടന്മാർ മോശമായിട്ടല്ല, നല്ല നല്ല പറഞ്ഞു കൊടുത്ത ചേട്ടന്മാരുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പറഞ്ഞുകൊണ്ട് അവരൊപ്പം നിങ്ങളൊരു ദിവസം 15 മിനിറ്റെങ്കിലും അവരിന്നത്തെ കഥകളൊന്നും അറിഞ്ഞ് ഇരിക്കുമെന്ന് നല്ലതായിരിക്കും. ഊരകം HH രവിവർമ്മ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണവും ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വായനശാലയും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ വായനാ പരിപോഷണ പരിപാടിയും സംഘടിപ്പിച്ചു. ഊരകം CMS LP സ്കൂളിലെ കുട്ടികൾ വായനശാല സന്ദർശിച്ചു. വായനശാല പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ, സെക്രട്ടറി സുലജ സദൻ, ഫാദർ അനൂപ്, ഫാദർ വിജീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക M ലീമോൾ, VV സുബ്രഹ്മണ്യൻ, ഗോപകുമാർ, ഡിബിൻ, AS അൻവർ എന്നിവർ പങ്കെടുത്തു.
നോട്ടായിട്ട് വെക്കേണ്ടുന്ന ചില ബുക്കുകളുടെ പേരുണ്ട്. അപ്പം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്. ഞങ്ങളൊക്കെ സെമിനാറിൽ പഠിച്ച TCC ചെയ്യുന്ന സമയത്ത് വെക്കും ട്രിവാൻഡ്രം ലൈബ്രറിയിൽ നിന്ന് ബുക്ക് ലഭിച്ചു, ഇന്ന ലൈബ്രറിയിൽ ഇന്ന ബുക്ക് ലഭിച്ചു എന്ന്. അതോടൊപ്പം തന്നെ മതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മതത്തിൻ്റെ ഉച്ച നീചത്വങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് പുസ്തകങ്ങളിൽ കൂടിയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് അന്ന് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിപത്തുകളെയും ജാതി വ്യവസ്ഥയെയും കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇല്ലേ? ഒരു ബുക്കിലൂടെ നോവലോ നാടകങ്ങളോ ഒക്കെ വായിക്കുന്നുണ്ടേ നമ്മൾ അതിലെ കഥാപാത്രങ്ങളായി തീരാറുണ്ട്, അല്ലേ? ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ വലവീശി പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് ശർക്കര പായസം എന്ന ഹ്രസ്വചിത്രം. ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ വലവീശി പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് ശർക്കര പായസം എന്ന ഹ്രസ്വചിത്രം. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ബ്ലാക്ക് റോക്ക് എന്റർടൈൻമെന്റ് ബാനറിൽ പ്രകാശ് കുഞ്ഞൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രം മോഹൻ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന്റെ കാണാക്കയങ്ങൾ അതുമൂലം നേരിടുന്ന ദുരന്തങ്ങളും തുറന്നു കാണിക്കുകയാണ് ഈ ചിത്രം. നിങ്ങളെന്താ ഓഡിറ്റോറിയത്തിലേക്ക് പോണില്ലേ? എനിക്ക് വേണ്ട, ഇതൊക്കെ ചീത്തയാ. ഹെഡ് മാഷ് പറഞ്ഞിട്ടില്ലേ ഒന്നും മേടിച്ച് കഴിക്കരുതെന്ന്. എടാ പൊട്ട, ഇന്നവന്റെ ബർത്ത്ഡേ ആടാ. ആണോടാ? ചോക്ലേറ്റ് ആടാ, കഴിക്ക്. ആ, ഇന്ന് എനിക്ക് ഓട്ടംതുള്ളുണ്ടാ. മത്സരം തുടങ്ങാറായി, ഞാൻ പോവാ. മാസ്റ്റർ ജോൺ ജോബി, മുരളി അച്യുതൻ, രഞ്ജീവ് കലാഭവൻ, ജോബി ജോൺ, അബി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിജീഷ് നാഥാണ്. പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവും, എഡിറ്റിംഗ് ഷിനോ ഷാബിയും നിർവഹിച്ചിരിക്കുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലി നടത്തി. ഒല്ലൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഇരുചക്ര വാഹന റാലി അതിരൂപത നെസ്റ്റ് ഡയറക്ടർ ഫാദർ ടിച്ചോ മുള്ളക്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തലുകാരൻ, ജനറൽ സെക്രട്ടറി ഈപ്പൻ കരിയാറ്റിൽ, ട്രഷറർ PM ഹബീബുള്ള, KA ഗോവിന്ദൻ, മാർട്ടിൻ പെരേക്കാടൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു. കോളേജിലെ ലഹരി വിരുദ്ധ സെല്ലിന്റെയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാർ നടന്നത്. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സോണി മത്തായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ NC അനിജ, NES സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്രമ്പത്ത്, വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI വിനോദ് കുമാർ, CPG ഇൻചാർജ് ഓഫീസർ ലെനിൻ, CPO സനീഷ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കോളേജ് അധ്യാപകരായ ലതിമോൾ MV, ശശിധരൻ V എന്നിവർ സംസാരിച്ചു. മരത്താക്കര KCYMന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈറ്റ് ഫെദേഴ്സ് ക്ലബിൽ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മരത്താക്കര ഇടവക വികാരി ഫാദർ ജോബ് വടക്കൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം സ്വദേശികളായ വിഷ്ണു, നവനീത് എന്നിവർ 1ാം സ്ഥാനവും പരിയാരം സ്വദേശികളായ ഡിറ്റോ, ജോയൽ എന്നിവർ 2ാം സ്ഥാനവും നേടി. മരത്താക്കര KCYM സംഘടനാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിജോ ഡേവിസ്, അൽജോ ആൻഡോ, അന്തോണീസ് ജോസഫ്, ജിതിൻ ജോയ്, ടൂർണമെന്റ് കൺവീനർ ദീപക് ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ ചേറ്റുവയിൽ അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ റിപ്പയർ നടക്കുന്നതിനിടയിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിൽ മിനി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30 സംഭവം. ചേറ്റുവ GMIPU സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ BS ബിനുവിനെ പരിസരവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടനെ സംഭവസ്ഥലത്തെത്തി.
അഗ്നിസുരക്ഷാ സേനയിൽ വിവരമറിയിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടുക്കള ഭാഗത്ത് തീ പടർന്നു. വീട്ടിൽ മെയിൻ്റനൻസ് പ്രവൃത്തിയുടെ ഭാഗമായി പെയിന്റിംഗ് നടക്കുന്നതിനാൽ ലിറ്റർ കണക്കിന് ടർപ്പന്റ് ഉൾപ്പെടെ തീ പടരാൻ സാധ്യതയുള്ള പെയിന്റിംഗ് വസ്തുക്കളും വലിയ ഗ്യാസ് സിലിണ്ടറുകളും അടുക്കളയിലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പരിക്കേറ്റ ജിമ്മിയെ ആദ്യം ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകട സ്ഥലത്ത് 15ഓളം പേർ പണിയെടുത്തിരുന്നു. തൊഴിലാളികൾ ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്താണ് സംഭവമുണ്ടായതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ദുബായിൽ ടൂറിസം കമ്പനി നടത്തുന്ന നെടിയെടുത്ത് അനൂപിന്റെ ഏകദേശം 6000ഓളം ചതുരശ്ര വിസ്തീർണമുള്ള വീട്ടിലാണ് അപകടമുണ്ടായത്. അടുക്കള ഭാഗം ഉൾപ്പെടെ വുഡ് പാനലുകളിൽ ഇന്റീരിയർ വർക്കുകൾ ഉള്ളതാണ് തീ പെട്ടെന്ന് പടരാൻ കാരണമായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. പെരിങ്ങൽകുത്ത് ഡാം ബുധനാഴ്ച 2 ഷട്ടർ 1 അടി വീതം തുറന്ന് 7.5 ക്യുമെക്സ് ജലം ഒഴുക്കിവിടുമെന്ന് ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചിരുന്നു. മഡാമൺ സ്റ്റേഷൻ, കല്ലൂപ്പാറ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഓറഞ്ച് അലർട്ട് ഉയർത്തി. 3ാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജലം തുറന്നുവിടണമെന്നതിനാൽ ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. തൃശൂർ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അങ്കമാലി വേങ്ങൂർ മീത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ 44 വയസ്സുള്ള ഷിജിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകൻ 22 വയസ്സുള്ള രാഹുലിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ ദേശീയപാതയിലായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തു നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരു വാഹനങ്ങളും ഇതിനിടയിൽ സിഗ്നൽ കഴിഞ്ഞു പോകുമ്പോൾ ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടി വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഷിജിയുടെ ദേഹത്തുകൂടി ടോറസ് ലോറി കയറി. മകനും ഗുരുതര പരിക്കേറ്റു. 2 പേരെയും കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൊരട്ടി പോലീസും ചാലക്കുടി ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സ്ഥിരം അപകട മേഖലയായ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പറിലും മതിലിലും ഇടിച്ച് 2 പേർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ചൊവ്വാഴ്ച രാത്രി 11:45 ഉത്രാളിക്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതിനെ തുടർന്നായിരുന്നു അപകടം. പെട്ടെന്ന് വെട്ടിച്ച വാഹനം തിരിഞ്ഞ് പിറകുവശം ടിപ്പറിലിടിച്ചു. തുടർന്ന് മതിലിലിടിച്ച വാഹനത്തിന്റെ മുൻഭാഗവും തകർന്നു. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ 29 വയസ്സുള്ള നിഹാജ്, 29 വയസ്സുള്ള നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയ ബാങ്ക് മെമ്പർമാരുടെ മക്കളെ ആദരിക്കുന്നു. മെമ്പർമാരായ രക്ഷിതാക്കൾ ജൂലൈ 12 മുൻപായി ബാങ്ക് ഹെഡ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് പ്രത്യേക കുടിശ്ശിക നിവാരണ പദ്ധതി ജൂൺ 26, 28, ജൂലൈ 3, 10 തീയതികളിൽ അമ്മാടം ഹെഡ് ഓഫീസിൽ നടത്തുന്നു. വായ്പാ സ്പെഷ്യൽ കുടിശ്ശിക അദാലത്തുകളിൽ പങ്കാളികളാകാവുന്നതാണ്. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ ബാങ്ക് അതിർത്തിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ബാങ്ക് മെമ്പർമാരുടെ മക്കൾക്കും അവാർഡിനെ അപേക്ഷിക്കാം. ഫോട്ടോയും മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പും അടക്കം അമ്മാടം ഹെഡ് ഓഫീസിൽ ജൂലൈ 10 മുൻപ് അപേക്ഷകൾ നൽകണം. ഇരുചക്ര വാഹനം മോഷണം പോയതായി പരാതി. 23 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് പുല്ലാനിപ്പാടത്തു നിന്നും KL 41 N 4429 എന്ന നമ്പറിലുള്ള ഹീറോ മാസ്റ്ററോ 2 വീലർ മോഷണം പോയി. ഈ 2 വീലർ അഞ്ചേരിച്ചിറ ഭാഗത്തുകൂടി കടന്നുപോയതായി AI ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
എറവക്കാട്, ഡാം, കടലാശ്ശേരി, ചാത്തക്കുടം തുടങ്ങിയ ഭാഗത്ത് CCTV ക്യാമറ ഉള്ളവർ ഇതേ ദിവസം 10 മുതൽ 11:30 വരെയുള്ള സമയത്ത് ഈ വാഹനത്തിന് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കണം. ഫോൺ നമ്പർ 96068994. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നോ പറയാം ലഹരിയോട്. ലോക ലഹരി വിരുദ്ധ ദിനം ചേർപ്പ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വലിയ ചാനം നിഹ്മത്തുള്ള മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് VS നജീബ് പതാക ഉയർത്തി. തൃശൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സ്വദേശി മുഅല്ലിം സംഗമവും സമസ്ത സ്ഥാപക ദിനാചരണവും ചേർപ്പിൽ നടന്നു. ലഹരി വിരുദ്ധ ദിനത്തിൽ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.